അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മോമിനിങ്ങളെ, അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഖൈർ, ബറക്കത്ത്, നിഅമത്ത് ഏറ്റി തരുമാറാകട്ട്. എല്ലാവിധ ആഫാത്ത്, ബലാ, മുസീബത്തിനെ തൊട്ട് ഞങ്ങളെല്ലാവരെയും അള്ളാഹു താല സലാമത്താക്കട്ടെ. വിഷയത്ത് കടന്നു വന്നുകൊണ്ടുള്ള ഇന്ന് നിങ്ങളുടെ മുന്നിൽ പലക്ക് പറയുകൂ ഞാൻ സെലക്റ്റാക്കിയത് വിശുദ്ധ ദുൽഹിജ്ജ തിങ്ങളുടെ ഫസ്റ്റത്തെ 10 നാളുടെ മഹത്വവും ആ ടൈമിൽ ഞങ്ങൾ ആക്കണായ ഒരു 2-3 വിഷയവും ഇതായിട്ടിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ പലക്ക് പറയുക ഉദ്ദേശിച്ചിട്ടുള്ളത്. പിരിസത്തെ മോമിനിങ്ങളെ, ഇനി നാളെ കളിയായിട്ട് ഒരു 2-3 നാളിലായിട്ട് ഇൻഷാ അള്ളാഹ് വിശുദ്ധ ദുൽഹിജ്ജ തിങ്കൾ കടന്നു വന്നുകൊണ്ടുണ്ട്. ദുൽഹിജ്ജ തിങ്കൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗൊന്തുണ്ടോ, ഇസ്ലാമിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രത്യേക മഹത്വമുള്ള 2 പെരുന്നാളായിട്ട് ഇവിടെ ഉള്ളത്. ഒന്ന് ചെറിയ പെരുന്നാൾ, ഇനൊന്ന് വലിയ പെരുന്നാൾ. അതിൽ ചെറിയ പെരുന്നാൾ ശവ്വാൽ 1 കഴിട്ടിക്കിട്, ഇനൊന്ന് വലിയ പെരുന്നാൾ അത് ദുൽഹിജ്ജ 10 ആ നാൾ കഴിട്ടിക്കിട് നിങ്ങൾ ചൊല്ലത്. പിരിസത്തെ മോമിനിങ്ങളെ, അപ്പം ദുൽഹിജ്ജ 1 പിടിച്ചിട്ട് 10 തോളമുള്ള ആ മഹത്വമുള്ള നാളുടെ മഹത്വങ്ങൾ അത് മഹത്വത്തോടമേ നിങ്ങൾ കണ്ടങ്ങാവണം. അള്ളാഹു താല ഈ 10 നാളിലെ പ്രത്യേകമായും വില കൊടുത്തിട്ടു, പ്രത്യേകമായ മഹത്വം കൊടുത്തിട്ടു. വിശുദ്ധ ഖുർആനിൽ ഈ 10 നാളിലെ സത്യം ഇട്ടിട്ട് ഒരു കാര്യം നിങ്ങളുടെ പഠിപ്പാട്ടി ഉണ്ടുണ്ടോ. അതായത് അള്ളാഹു താല ഖുർആനിൽ ചമ്മ വിഷയം ഇങ്ങനെ പലക്കവരുടെ കൂട്ടത്തിൽ ചില വിഷയങ്ങൾ ചൊല്ലുമ്പോൾ അള്ളാഹു സത്യം ഇട്ടിട്ട് ചൊന്നിട്ടുണ്ട്. കസ്മൻ ടൈറ്റിക്കിട് അറബിൽ ചൊല്ലത്. അത് അപ്പം സത്യം ഇട്ടിട്ട് ചൊല്ലണക്കത്തെ ചില വിഷയങ്ങളുണ്ട്. ഉദാഹരണം വൽ അസ്ർ, അതുപോലെ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, അതുപോലെ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഇങ്ങനെ സത്യം ഇട്ടിട്ട് പടച്ച റബ്ബ് പലക്ക് പറഞ്ഞുകൊണ്ടുള്ള. അപ്പം ഏതായാലും പിരസത്ത് മോമിനിങ്ങളെ, അങ്ങനെ അള്ളാഹു താല സത്യ ഇടകു യൂസാക്കണിക്കത്തെ ഒരു പദായിട്ടിക്കിട് വലയാലിൻ അഷ്ർ. വലയാലിൻ അഷ്ർ 10 ജാവർ സത്യം ഇട്ടിട്ട് എന്നാണ് ഇത് ചൊന്നിട്ട് അള്ളാഹു താല ചൊല്ലു. അപ്പം ഈ 10 നാളുടെ സത്യം അള്ളാഹു ഇടണമെങ്കിൽ എന്താ ഒരു വലിയ മഹത്വം അള്ളാഹു താല ഈ 10 നാളുകൾ വെച്ചിരാണ്ടുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാവരത്തെ ഒരു വിഷയമായിട്ട് ഇക്കിട്. അപ്പം പിരിസത്തെ മോമിനിങ്ങളെ, ഈ ദുൽഹിജ്ജ തിങ്ങളുടെ ഫസ്റ്റത്തെ 10 നാളുകൾ വലിയ മഹത്വമുണ്ടോ. ഈ 10 നാൾ ഇൻ്റെ ദുൽഹിജ്ജ 1 ഉറപ്പായെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഏതെങ്കിലും ഞങ്ങൾക്ക് നാളിൽ ദുൽഹിജ്ജ 1 കൺഫേം ആയെങ്കിൽ അണ്ടിൽ പിടിച്ചിട്ട് ദുൽഹിജ്ജ 10 നാളത്തോളം, അതായത് പെരുന്നാളിലെ ജാവത്തോളം, നാളെ പെരുന്നാളിൻ്റെ ഇണ്ട് ജാവത്തോളം ഞങ്ങൾ 10 നാളിലും മഗ്‌രിബിന് പിന്നാവും ഇശാറിന് പിന്നവുമാവും സൂറത്തുൽ ഫജ്ർ ഓതണോ. സൂറത്തുൽ ഫജ്ർ ചെന്നെങ്കിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ ചൊന്ന് തുടങ്ങുറണിക്കത്തെ സൂറത്ത്. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി ചൊന്നിട്ട് തീരണക്കത്തെ സൂറത്ത്. ഒരു പേജ് ആയിട്ടിക്കട് ഈ ഒരു സൂറത്തുള്ളത്, ഒരു പേജും പിന്നെ ഒരു 3 ലൈനും കൂടി ആയിട്ടിക്കട്. അപ്പോൾ പിരിസത്തെ മോമിനിങ്ങളെ, 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് നമുക്ക് മയ്യാവും. ഞങ്ങൾ എന്ത് കാരണവശാലും ഇത് വിടുക തീര ഈ 10 നാളിൽ നിർബന്ധമായിട്ട് ഒരു ഹട്ട പിടിച്ചിട്ട് സൂറത്തുൽ ഫജ്ർ ഓതിയെങ്കിൽ 1 വർഷക്കാല വലിയ ആഫാത്ത്, ബല, മുസീബത്തിനെ തൊട്ട് രക്ഷ കിട്ടും. 1 വർഷക്കാല വലിയ നിലക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളത് ഹൈറിലായിട്ട് തീർന്നു ചെന്നിട്ടുള്ള മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ടിരാറ്. അപ്പം ഈ ഒരു സൂറത്തുൽ ഫജ്ർ അങ്ങ് ഓതിറങ്ങാവണം. 2ാമത്തെ വിഷയ, ഈ ഒരു 10 നാളിൽ അറുക്കപ്പെട്ടിരണിക്കത്തെ, അതായത് ഉലുഹിയത്തുക്ക് നിങ്ങൾ യൂസ് ആക്കിരണിക്കത്തെ പ്രാണികളെ കണ്ടെങ്കിൽ പിന്നെ തക്ബീർ ചൊല്ലൽ പ്രത്യേക സുന്നത്തുണ്ടോ. അതായത് ഈ ആട്, മാട്, ഒണ്ട, ആട് ചെന്ന് സദാ ആട്, മാട് ചെന്നെങ്കിൽ പൈര് വർഗത്തിൽ എന്തെല്ലാം ഉണ്ട്, പോത്ത്, എർമ എല്ലാം അതിലുള്ള കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കണോ തക്ബീർ ചൊല്ലൽ പ്രത്യേക സുന്നത്തുണ്ടോ. അപ്പോൾ ചില ആൾമാർ ഇങ്ങനെ നിരിച്ചിരാറ്, അറക്കോബേനായിട്ട് കെട്ടിവെച്ച മൃഗത്തെ കണ്ടെങ്കിൽ മാത്രം ചെന്നെങ്കിൽ ഈ പെരുന്നാൾ അറക്കണോ, അല്ലെങ്കിൽ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് അറക്കണോ ചൊന്നിട്ടു കെട്ടിവെച്ചിട്ട് മൃഗ അതിനെ കണ്ടെങ്കിൽ മാത്രം തക്ബീർ അല്ല, അറക്കോകില്ലാത്ത മൃഗ കണ്ടെങ്കിലും ചൊല്ലണം. അതായത് ഉലുഹിയത്ത് ഏതെല്ലാം മൃഗങ്ങൾ ഞങ്ങൾക്ക് ഇസ്ലാം പഠിപ്പാട്ടി തന്നിറ ആ മൃഗങ്ങൾപ്പെട്ട ഏതിനെ കണ്ടെങ്കിലും എവിടെ കണ്ടെങ്കിലും അത് അറക്കുക ഇല്ലെങ്കിലും ശരി അതിനെ കണ്ടെങ്കിൽ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. കണ്ടെങ്കിൽ മാത്രമല്ല, ഞാനിങ്ങനെ എൻ്റെ ഔത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ റൂമിൽ ഇങ്ങനെ ദച്ചിട്ടിരിക്കുമ്പോൾ ഒരു പൈ അല്ലെങ്കിൽ ഒരു ആടുടെ സൗണ്ട് എന്നൊക്കെ ഇങ്ങനെ കേട്ടെങ്കിൽ പോലും അവിടെയും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ചൊല്ലണക്കത്തെ തക്ബീർ ചൊല്ലലും പ്രത്യേക സുന്നത്തുണ്ട്. കണ്ടെങ്കിൽ മാത്രമല്ല, കേട്ടെങ്കിൽ. അപ്പം നിങ്ങൾ വാഹനത്തിൽ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ, ബസ്സിലെല്ലാം ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ മൃഗങ്ങളെ കണ്ടെങ്കിൽ ഒരു തക്ബീർ ചൊല്ലണം, അല്ലെങ്കിൽ ശബ്ദം കേട്ടെങ്കിൽ അപ്പോഴും തക്ബീർ ചൊല്ലൽ പ്രത്യേക സുന്നത്തുണ്ടോ. പിന്നെ പ്രത്യേകമായിട്ട് ജാഗ്രതാക്കണമായ വേറൊരു വിഷയം, അർക്കപ്പെട്ടിരണിക്കത്തെ മൃഗങ്ങളെ കെട്ടിവെച്ചിട്ടിക്കുമല്ലേ, അതിനെ ഞങ്ങൾ ഒരു കാരണവശാലും നൊമ്പലാക്കോ തീര, ഏതിനും ഞങ്ങൾ നൊമ്പലാക്കോ തീര. പ്രത്യേകമായിട്ടും ഉലുഹിയത്തുക്ക് വേണമായിട്ട് കെട്ടപ്പെട്ട മൃഗങ്ങൾ ഇന്നെങ്കിൽ അതിട്ട നല്ല അതബിൽ, നല്ല സംയമനത്തോടു കൂടി. കാരണം ഈ മൃഗാണ്ടുള്ളത് അത് കാലി ഒരു
കറിക്ക് ഞങ്ങൾ കൊടുന്ന് വെച്ചതല്ല, ഒരു വലിയ ഒരു ചരിത്രം ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിലും ചൊല്ലിട്ട് ആ കുഞ്ഞു മോൻ്റെ അറക്കോവേനായിട്ട് വെച്ചപ്പ എങ്ങനെയും കത്തി എന്താവില്ല മൂവായോണ്ടില്ല, ഇസ്മായിൽ നബിയുടെ കൽത്ത് മുറിഞ്ഞോണ്ടില്ല. ആ ഒരു ടൈമിലും ഇബ്രാഹിം നബി അള്ളാഹു താല ചൊന്ന ആ പണി അച്ചുകട്ടായിട്ട് നിർവഹനാക്കിയിട്ട്, പക്ഷേ ഇത് അള്ളാഹുയുടെ വിധി ഇല്ലാത്തത് കൊണ്ട് അറക്കുകയില്ല, അതായത് അറുത്തുപോയില്ല. ആ ടൈമിലും അള്ളാഹു പ്രത്യേകമായിട്ടും ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി കൊടുത്തണക്കത്തെ ഒരു സ്മരണ ഈ ഒരു മൃഗത്തിൽ നമുക്ക് കാണുക സാധ്യമായിട്ടുണ്ടു. അപ്പോൾ അതിട്ട് നല്ല അതബിലും പെരുമാറുക നിങ്ങൾ ആവണു. കൃത്യ ടൈമിലും അതിന് ഫുഡ് കൊടുക്കണായ പോലെ വേണായ പോലെ ഫുഡ് കൊടുക്കണു. ഫുഡ് കൊടുക്കാണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് ഇല്ലെങ്കിലും അതിട്ട് നിങ്ങൾ എന്താക്കോ തീറ, ഒരു നിലക്കും ഉപദ്രവം കൊടുക്കോ തീറ, കറക്റ്റായിട്ടും നിങ്ങൾ അതിന് ഫുഡ് കൊടുക്കണു. നല്ല അതബിലും അതിട്ട് നിങ്ങൾ പെരുമാറണു. അപ്പോൾ പിരിസത്തെ മോമിനിങ്ങൾ ഈ വിഷയങ്ങളിൽ ജാഗ്രതാക്കണു. ഒന്നാമതായിട്ട് 10 നാളിൽ സൂറത്തുൽ ഫജ്ർ ഓതണു. രണ്ടാമത്തെ മൃഗങ്ങളെ കണ്ടാൽ, അറക്കപ്പെട്ട മൃഗങ്ങളെ കണ്ടാൽ, അതായത് ഉലുഹിയത്തൊക്കെ യൂസ് ആക്കാനൊക്കെ ഏത് മൃഗം കണ്ടെങ്കിലും അവിടെ തക്ബീർ സുന്നത്തുണ്ട്. പിന്നൊന്നു ഈ ലൈലത്ത് വലയാലിൻ നസ്ർ, ഈ വിശുദ്ധ ദുൽഹിജ്ജ തിങ്ങളുടെ ഈ ജാവു ഫസ്റ്റ് 10 നാളുടെ ജാവുല് ദുആക്ക് വലിയ ഇജാബത്തുണ്ടോ. ഞങ്ങൾ എല്ലാ വിഷയത്തിനും അള്ളാഹുട്ട ദ്വാരങ്ങൾ ഈ ഒരു ലൈലത്ത് ഈ ഒരു ജാവുറ പ്രത്യേകമായ മഹത്വം കിട്ടിയിട്ട് ഞങ്ങൾ ദുആ കബൂലായി പോണ്ടു. അതുകൊണ്ട് എല്ലാ പിരിസത്തെ മൂമിനിയങ്ങൾ ഈ ഒരു വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കിറങ്ങാവണു. അള്ളാഹു താല ഈ ജാവുരെല്ലാം മഹത്വം ഞങ്ങളെല്ലാ കാര്യത്തിൽ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ മങ്ങിലായിട്ട് വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ബേജാർ അനുഭവിച്ച് നടക്കുന്ന എത്ര ദമ്പതിമാരുള്ളാർ റബ്ബെ, നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് എത്രയും വേഗം നല്ല സ്വാലിഹും സ്വാലിഹാത്തുകളുമായ നല്ല മക്കളെ നീ കൊടുക്കണമല്ല. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടുള്ള ഉപദ്രവമായിട്ടുള്ള ബേജാറിലുള്ള എത്ര ആൾമാരുള്ളാർ എല്ലാവർക്കും ഈ വിശുദ്ധ ദുൽഹിജ്ജ നിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ എല്ലാ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണമല്ല. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.